അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയുന്നതിന് മുന്നേ കഴിഞ്ഞൊരു വീഡിയോയിലുള്ള കുറച്ച് ആളുകളുടെ സംശയങ്ങൾക്ക് കുറച്ച് ഉത്തരം തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പൊങ്കൽ സമയത്ത് കുറച്ച് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോ ആളുകൾക്ക് പലതരത്തിലുള്ള സംശയമായിരുന്നു. മലയാളിയായ എനിക്ക് എങ്ങനെ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ കിട്ടി? എന്റെ വീട് എവിടെയാണ്? തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ പൊങ്കൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ശരിക്കും കിട്ടാറുണ്ടോ? മലയാളം സംസാരിക്കുന്നു, മലയാളിയാണെന്ന് പറയുന്നു, തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടുന്നതെന്ന് പറയുന്നു. എന്താണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരം ഞാനിത് ഇപ്പൊ തന്നെ അങ്ങോട്ട് തരാം. എന്റെ വീട് വന്നിട്ട് കേരളം തമിഴ്നാട് ബോർഡറിലായിട്ടാണ് വരിക. അതും തമിഴ്നാട് ചെക്ക് പോസ്റ്റിന്റെ തൊട്ടിപ്പുറത്താണ് എന്റെ വീടുള്ളത്. അതായത് ജസ്റ്റ് മിസ്സിന് ഞാൻ തമിഴ്നാട്ടിലാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ റേഷൻ കടയും ആധാർ കാർഡും പഠനവും ഒക്കെ തമിഴ്നാട്ടിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം പറയുമ്പോൾ കേരളത്തിലോട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി 2 ചാട്ടം അപ്പുറത്തോട്ട് ചാടിയാൽ മതി. അപ്പൊ കേരളത്തിൽ ഞാൻ എത്തും. ഞാൻ 2 സംസ്ഥാനങ്ങളിൽ ഇടയിൽ നിന്നിട്ടുള്ള ഒരു കളിയാണ് ഗൈസ്. അപ്പം ഇവിടെയാണ് എന്റെ താമസം, തമിഴ്നാട്ടിൽ. ഇനിയിപ്പോ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി വടുവഞ്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. അവിടുന്ന് കുറച്ച് ഉള്ളോട്ട് വന്നിട്ട് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീടുള്ളത്. ഒരുപാട് വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാത്തോണ്ടായിരിക്കും നിങ്ങള്. പിന്നെ മലയാളം സംസാരിക്കുന്ന ഒരു മലയാളി കുട്ടിക്ക് തമിഴ്നാട്ടിൽ വീട് വെച്ചുകൂടാ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ റേഷൻ കടയിൽ ജോയിൻ ആയിക്കൂടാന്ന് എവിടെയും പറയുന്നൊന്നുമില്ല. അപ്പം ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ട്. ഇത് ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഫുള്ള് മലയാളികളെ ഉള്ളൂ. ഇവിടെ വേറെ ആരും ഇല്ല. ഇതൊരു കേരളം പോലെ തന്നെയാണ്, ബോർഡർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ പൊങ്കലിന് എല്ലാ തവണയും ഇവിടുത്തെ റേഷൻ കടയിൽ നിന്ന് ഇതുപോലത്തെ കിറ്റ് കിട്ടാറുള്ളതാണ്. ഇത്തവണ കുറച്ചും കൂടി ജാസ്തി ആയിട്ട് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് തന്നേ ഉള്ളൂ. എല്ലാ തവണയും ഇതുപോലെ പൈസയും സാരിയും പിന്നെ അതേപോലെ തന്നെ കരിമ്പും മുണ്ടും പിന്നെ ഒരു പായസം അല്ലെങ്കിൽ ഒരു ചക്കരച്ചോറൊക്കെ വെക്കാനുള്ള ഒരു ടൈപ്പ് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇത്തവണ കുറച്ചും കൂടി കൂടുതലാക്കി കുറച്ച് അപ്ഡേറ്റഡ് ആക്കി തന്നേ ഉള്ളൂ. ഇതെല്ലാ തവണയും കിട്ടാറുള്ളതാണ്. ഇത് ശരിക്കും കിട്ടാറുള്ള സാധനമാണ്. എന്തിനാ ഗവൺമെന്റ് തരുന്നൊരു സാധനത്തിനെ പറ്റി ഞാൻ ഇങ്ങനെ വെറുതെ കള്ളം പറയുന്ന അല്ലെങ്കിൽ തള്ളുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് കണ്ടപ്പോ കുറെ പേർക്ക് ഒരു അതിശയം പോലെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മുടെ തമിഴ്നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ചിലർക്കൊരു ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഒരു കൗതുകമായിരിക്കുമല്ലോ വേറെ നാട്ടിലെ സ്കൂളിൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ അങ്ങനെ കൗതുകമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വേറെ എവിടുന്നും പെറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടല്ല കാണിച്ചു തരുന്നത്. എന്റെ സ്വന്തം അനിയത്തി ഇവിടെ തമിഴ്നാട് ഗവൺമെന്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഓൾക്ക് ഈ അധ്യയന വർഷത്തിൽ എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളതാണ് ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം ആണ്. അപ്പൊ നമ്മുടെ തമിഴ്നാട് സർക്കാർ യൂണിഫോം ഇതുപോലെയാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അവൾ 7ാം ക്ലാസ്സിലായതുകൊണ്ട് അവളുടെ യൂണിഫോമിന്റെ കളറും പാറ്റേണും ഇങ്ങനെയാണ്. ചെറിയ കുട്ടികൾക്ക് ഒരു പച്ച കളർ യൂണിഫോം ആണ് വരുന്നത്. അതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വേറൊരു കോലമാണ്. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള യൂണിഫോം ആണ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8ാം ക്ലാസ് വരെ കുട്ടികൾക്ക് യൂണിഫോം ഇതുപോലെ കൊടുക്കും. അത് കഴിഞ്ഞാൽ യൂണിഫോം സ്വയം വാങ്ങി തയ്ച്ച് ഇടുകയാണ് വേണ്ടത്. അപ്പൊ യൂണിഫോം കൊടുക്കുന്നത് തുണിയായിട്ടല്ല, സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ചഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതാ ഏകദേശം പാന്റ് വരുന്നത് ഇതാ ഈ ഒരു രൂപത്തിലായിരിക്കും. ഇതാണ് അവളുടെ പാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട, അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു പാട്യാല സ്റ്റൈലിൽ ഒരു ഭയങ്കര ഇറുകി പിടിച്ച പാന്റ് ആയിട്ടൊന്നും അല്ല കൊടുക്കുന്നത്. ഇതുപോലെ ഫുള്ളി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കും. ഇതാണ് പാന്റ് വരുന്നത്. പിന്നെ ടോപ്പും അത്യാവശ്യം ലെങ്തില് ഇതുപോലെയൊക്കെയാണ് നെക്കൊക്കെ ഉള്ളത്. ഇവിടെ പിന്നെ എപ്പോഴും സർക്കാരിന്റെ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാത്തിലും. പിന്നെ ഇതുപോലത്തെ നെക്കില് ഫുൾ സ്ലീവ് ആയിട്ടാണ് യൂണിഫോമിന്റെ കൈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൈഡിൽ ചെറിയൊരു ഓപ്പൺ ഒക്കെ വെച്ചിട്ട് സെറ്റായിട്ട് ഇതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതുപോലെ ഒരു കോട്ട്, ഇതുപോലെ പുറത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടും ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ്, നല്ല സ്റ്റിച്ചിങ്ങും ആണ്. എന്റെ അനിയത്തി ഇത്രയും കാലമായിട്ടും ഈ യൂണിഫോം തന്നെയാണ് ഇടാറുള്ളത്. എനിക്ക് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അതുപോലൊരു ബുദ്ധിമുട്ടായിട്ട് എടുക്കേണ്ട, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള യൂണിഫോം തന്നെയാണ് സർക്കാർ കൊടുക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു 3 ജോഡി യൂണിഫോമെങ്കിൽ അവൾക്ക് കിട്ടാറുണ്ട്. 3 ജോഡി യൂണിഫോമിന് കിട്ടാറുണ്ട്. 2 ജോഡി എന്തായാലും കിട്ടുന്നുണ്ട്, 3 കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഷൂവും ഷോക്സും ആണ്. സോക്സ് ഇതാ നല്ല ഇതുപോലത്തെ ഒരു സോക്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇതുപോലത്തെ 2-3 ജോഡി സോക്സ് കിട്ടിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്.
ഷൂ ഞാൻ കാണിച്ചു തരാത്ത എന്താ വെച്ചാൽ സാധാരണ കുട്ടികൾ സ്കൂൾ യൂണിഫോമിന്റെ കൂടെ ഇടുന്ന ഷൂ ഇല്ലേ, ആ ഷൂ ആണ് കിട്ടിയിട്ടുള്ളത്. അവളത് യൂസ് ചെയ്ത് അണ്ണാച്ചി കോലത്തിലാണ് ഷൂ കിടക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കാത്തത്. അവളത് യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് എടുത്തില്ല. അപ്പം ഇതുപോലത്തെ 2-3 ജോഡി ഷോക്സും കിട്ടിയിട്ടുണ്ട്. സ്കൂളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ജോഡി ഷൂവും കിട്ടിയിട്ടുണ്ട്. അതാവുമ്പോൾ കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ ഇട്ട് ഷൂവും ഷോക്സും പിന്നെ അതേപോലെ ID കാർഡ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു ഫോർമൽ ലുക്കിൽ പോവാലോ. ഇനി അങ്ങനെ പോകാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഒരു കുട്ടിക്കും വരാൻ പാടില്ല എന്നാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തണുപ്പ് കാലൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇടാനായിട്ട് ഇതുപോലത്തെ സ്വെറ്റർ കൊടുക്കും. ഒരു ഡാർക്ക് റെഡ്, ഒരു കാപ്പി കളർ പോലെയാണ് സ്വെറ്റർ വരുന്നത്. ഇതുപോലത്തെ സ്വെറ്റർ കൊടുക്കും. കണ്ടോ, സ്വെറ്റർ ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സ്വെറ്റർ കൊടുക്കും. അവള് അങ്ങനെ സ്വെറ്റർ ഒന്നും ഇട്ടിട്ട് പോവില്ല. ഈ സ്വെറ്റർ യൂസ് ചെയ്യുന്ന ആള് ഞാനാണ്. എനിക്കിത് പാകമാണ്. അതുകൊണ്ട് ഞാനാണ് ഈ സ്വെറ്റർ ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ മഴക്കാലത്ത് പോകുന്ന കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബൂട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൂട്ടാണ് ഗൈസ്. കണ്ടോ, നല്ല ബ്ലാക്ക് കളറിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ലെതറാണ് സംഭവം വരുന്നത്. അടിഭാഗമൊക്കെ കണ്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഇതാണ് ബട്ടൺസ് ആണ്. പിന്നെ ഉൾപോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടൊക്കെ കിട്ടാൻ വേണ്ടി, കാലിന് ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു പഞ്ഞു പോലത്തെ എന്തൊരു സംഭവം ഇട്ടാൽ നല്ല സുഖമാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ നല്ല ബാഗി പാൻറ്റിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത്ര ഫാഷനല്ലേ കാണുള്ളൂ. അപ്പൊ നല്ല പെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ഇത് മഴക്കാലത്ത് കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ബൂട്ട്. ഇനിയിപ്പോ മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഓരോ കുട കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള റെയിൻ കോട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇതും അവള് യൂസ് ചെയ്യുന്ന കോട്ടാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തലയിലിടാനൊരു സാധനം, തലയിലിടുന്ന സാധനം, കെട്ട്, പിന്നെ ഇതുപോലെ ഫുൾ കൈ. ഇതിപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാന്ന് വെച്ചിട്ട് ഒപ്പിക്കൽ പരിപാടി അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചിരുന്നത്. ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു റെയിൻ കോട്ട് ഉണ്ട്. അവൾ യൂസ് ചെയ്യുന്നോണ്ടാണ് ഇത് കിട്ടുന്ന സമയത്ത് നല്ലൊരു കവറിന്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരുന്നു ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ചൂട് കാലത്തും മഴക്കാലത്തും തണുപ്പ് കാലത്തും കുട്ടികൾക്ക് സർവൈവ് ചെയ്ത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ നമ്മുടെ ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാഗില്ല, ചെരുപ്പില്ല, കൊടയില്ല, സ്വെറ്റർ ഇല്ല എന്നുള്ള പരാതിയൊക്കെ പറഞ്ഞ് മടി പിടിച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഗവൺമെന്റ് പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ സ്കൂളിലോട്ട് പോകാനുള്ള വണ്ടിയില്ല, കുറെ നടക്കാനുണ്ട്, കുറെ ദൂരമുണ്ട് എന്നുള്ളതാണ്. അതിനും നമ്മുടെ ഗവൺമെന്റ് പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ട്. ഓരോ ഏരിയയിലോട്ടും ഓരോ വണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട്. ആ വണ്ടി രാവിലെ ഒരു കൃത്യസമയത്ത് പോയിട്ട് എല്ലാ കുട്ടികളെയും പിക്ക് ചെയ്തിട്ട് സ്കൂളിൽ എത്തിച്ചു കൊടുക്കും. അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നത് പോലും മാസത്തിൽ ഗവൺമെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട, ബസ് ഫീസോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഫീസ് പോലും അടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കുട്ടികൾക്കുള്ള ഗതാഗത സൗകര്യം വരെ ഗവൺമെന്റ് സെറ്റാക്കി കൊടുത്തു. ഇനിയിപ്പോ ആ പേരും പറഞ്ഞിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂളിൽ പോവാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ പഠനത്തിലോട്ട് വരുന്ന സമയത്ത് ഇനി പഠന സാമഗ്രികളായിട്ട് എന്തൊക്കെയാ കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയാലോ. പഠിക്കാൻ പോണ സമയത്ത് ഇനി ആദ്യം നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബാഗാണ്. അത് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു ബാഗ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കും. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ കണ്ടോ, നമുക്ക് പേരെഴുതി വെക്കാൻ, നമ്മുടെ പേരെഴുതിയിട്ടുള്ള സ്റ്റിക്കർ വെക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതുപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമും റെഡും കളർ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ കളറൊക്കെ മാറിയിട്ട് ലൈറ്റ് ബ്ലൂ പ്ലസ് ഡാർക്ക് ബ്ലൂ ആ ഒരു കളർ തീമിലോട്ട് വന്നു. അതാ ഞാൻ പറഞ്ഞത്, ഓരോ വർഷം കഴിയുമ്പോഴും കളറൊക്കെ മാറും. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബാഗ്. കുറച്ചും കൂടി സൗകര്യം കുറവായിരുന്നു ബാഗിൽ. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി സൗകര്യങ്ങളൊക്കെ വന്ന ബാഗായി. പിന്നെ അടുത്തത് വരുന്ന സമയത്ത് കുറച്ചും കൂടി സൗകര്യമുള്ള ബാഗുകൾ വരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അറയുണ്ട്. ഉള്ളില് ഇതുപോലെ നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ. പിന്നെ അവിടെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ള ഒരു അറയുണ്ട്. പിന്നെ ഉള്ളിൽ ഇതുപോലെ ഒരു അറയുണ്ട്, നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇതുപോലെ ഒരറ വേറെയും ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു കുട്ടിക്ക് ബുക്കും ലഞ്ച് ബോക്സും ഒക്കെ ഇട്ട് പോകാൻ, വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് പോകാൻ പാകത്തിനുള്ള നല്ല ബാഗാണ്. നല്ലൊരു ബാഗാണ്,
നല്ല കട്ടിയും നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. പിന്നെ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ബാഗ് പറ്റിയെന്ന് വരില്ല. കാരണം അവർക്ക് ഒരുപാട് ബുക്ക് ഉണ്ടാവുന്ന സമയത്ത് കുറച്ചും കൂടി അറകളുള്ള ബാഗ് വേണ്ടി വരും. അപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 എത്തുന്ന കുട്ടികളൊക്കെ ചിലവരൊക്കെ എന്ത് ചെയ്യും, ബാഗ് പുതിയത് മേടിക്കും. ഇത് കിട്ടിയാലും വേറൊന്ന് മേടിക്കാറുണ്ട്. പക്ഷെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇത് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. നല്ല രസമാണ്. എല്ലാവരും ഒരേപോലത്തെ യൂണിഫോം, ഒരേപോലത്തെ ബാഗൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലെ ജോമെട്രി ബോക്സ് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും ഉണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കുറെ കോള് ഉപയോഗിച്ച് കൊണ്ടേ കളഞ്ഞിട്ടോ. ഇവിടെ ഒരു കട്ടർ വരും ഈ ഒരു ഭാഗത്ത്, ഇവിടെ ഒരു എറൈസർ ഉണ്ടാകും, ഇവിടെ നമ്മളെ മറ്റേ കോമ്പാക്സോ ഇതുണ്ട്, പിന്നെ ഇതുപോലെ ഒരു പെൻസിൽ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 3 സ്കെയിലുകൾ, അടിയിലൊരു സ്കെയിൽ, അങ്ങനെ ഒരു നോർമൽ ജോമെട്രി ബോക്സ് ഉള്ള രീതിയിൽ തന്നെ ഉള്ള ഒരു ജോമെട്രി ബോക്സ്. ഇത് നമ്മുടെ ജയലളിതമ്മയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നോട്ട്ബുക്കുകളാണ്. അത് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് ഗവൺമെന്റ് കൊടുക്കുന്ന നോട്ട്ബുക്കുകള്. ഗവൺമെന്റിന്റെ നോട്ട്ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉള്ള നോട്ട്ബുക്ക് ആണെന്ന് മാത്രമല്ല, ഇത് കണ്ടോ, തമിഴ് നോട്ട്ബുക്കാണ്. ഇവിടെ എന്തായാലും ഒരു സബ്ജക്ട് തമിഴ് പഠിക്കണം. നമ്മൾ കേരളം തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, തമിഴ് മീഡിയം ഉണ്ട്. കുറച്ച് ഉള്ളോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയാളം മീഡിയം ഉണ്ടാവില്ല, ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മലയാളം മീഡിയം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും സബ്ജക്റ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് തമിഴ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പോ ഇതാ തമിഴിന്റെ ബുക്കാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി തമിഴ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഇത് എന്തിനുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പിന്നെ ഇതാ സ്റ്റിക്കറിന് പകരം ഇവിടെ ഉണ്ട് പേരും ക്ലാസ്സും ഒക്കെ എഴുതാനായിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ട്. തമിഴ് നോട്ട്ബുക്ക് ഫുള്ളി നമുക്ക് ഇതാണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ തമിഴ് നോട്ട്ബുക്ക് നമുക്ക് റൂൾഡ് ആണ് വേണ്ടത്, വരയിട്ട ബുക്കാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് തമിഴിന് വരയിട്ട ബുക്ക് ഗവൺമെന്റ് തരും. അന്തങ്ങൾ അങ്ങനെ പറയണമെന്നല്ല ചോദിക്കണം. ഇനി വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അടുത്ത വട്ടം കിട്ടുമ്പോൾ ഈ ചട്ടയുടെ ഒക്കെ ഒരു ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് തമിഴ് ബുക്കാണ്. ഇനി മാത്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും മാത്സ് ഗണിതം എന്നുള്ളത്. അപ്പൊ അതിലുണ്ട് ഇതേപോലെ തന്നെ മാത്സിന് നമുക്ക് വരയിടാത്ത ബുക്കാണ് വേണ്ടത്. അപ്പൊ കണ്ടോ, വരയിടാത്ത പുസ്തകം മാത്സിന് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, വരയിടാത്ത പുസ്തകം മാത്സിന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഇവിടെ ഇങ്ങനെ ഒരു 2 വര ഉണ്ടാകും. ഇത് മാർജിനാണ്. ഇവിടെ നമുക്ക് എഴുതാൻ ഈ ഭാഗം എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് കണക്കുകളൊക്കെ കൂട്ടാനും കുറക്കാനും ഉണ്ടാകും. അതായത് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും അങ്ങനെ റഫ് കണക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ. കണ്ടോ, പുസ്തകങ്ങൾ ഉണ്ടാക്കണേൽ പോലും അവർ എത്ര ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത് നോക്കി. ഇത് കിട്ടിയ വേറൊരു മാത്സിന്റെ ബുക്കാണ്. ഇതുപോലെ ഓരോ ടേമിനും ഓരോ പുസ്തകങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഇംഗ്ലീഷ് ബുക്ക്. ഇത് നമ്മള് ഇത് ഇട്ടുപോയി ഗൈസ്. അതും അവർക്ക് റൂൾഡ് ആണ് വേണ്ടത്. ആണ് റൂൾഡ് ബുക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സമൂഹ അറിവിയൽ, അതായത് സോഷ്യൽ സയൻസ്, അതിന് റൂൾഡ് ആണ് വേണ്ടത്. അപ്പൊ റൂൾഡ് കൊടുത്തു. ഇനി നമുക്ക് അറിവിയൽ സയൻസ് ആണ്. ഇത് സയൻസിന്റെ ബുക്കാണ്. ഈ സയൻസിന്റെ ബുക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടുക്കണം നിങ്ങള്. ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരണമെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരു സൈഡ് അൺറൂൾഡും ഒരു സൈഡ് റൂൾഡും ആയിരിക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സയൻസ് ആകുമ്പോൾ പടം വരക്കാനുണ്ടാവും, ടേബിൾ വരക്കാനുണ്ടാവും. അത് ഇതുപോലെ വരയിടാത്ത ഭാഗത്ത് വരക്കാനും എഴുതാനുള്ളത് വരയിട്ട ഭാഗത്ത് എഴുതാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ടേമിൽ വേണ്ട നോട്ട്ബുക്കുകളും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നോട്ട്ബുക്ക് ഇല്ല എന്നുള്ള പരാതി ആരും ഇവിടെ പറയണ്ട. പിന്നെ എല്ലാ സ്കൂളിലും കൊടുക്കുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളുടെ കൂടെ തന്നെ ഇവർക്ക് വേറെയുള്ള പുസ്തകങ്ങളും കൊടുക്കും. അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമുക്ക് ഇത് ഗണിതം എഴുതാനും അതേപോലെ തന്നെ കണക്ക് മാത്സിലൊക്കെ നമ്മുടെ ഈ ഒരു സാധനങ്ങൾ ചെയ്യുമല്ലോ, ഒക്കെ ഞാൻ മറന്നു ഗൈസ് പറഞ്ഞു തരാന്. നമ്മുടെ ഈ ഒരു സാധനമുള്ള ബുക്കില്ലേ, ഇതിനെന്തിനു പറയാ, ഗ്രാഫും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇങ്ങനത്തെ ബുക്ക് നമുക്ക് ഗവൺമെന്റിൽ തന്നെ തരും. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫയലാണ്, ഒരു വ്യത്യസ്തമായ ഫയലാണ് ഗൈസ്. ഇങ്ങനെയാണ് ഫയലിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഈ സാധനത്തിന്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ പോക്കറ്റ് പോലെ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ അവർക്ക് ചെയ്ത പ്രൊജക്റ്റും സെമിനാറും അസൈൻമെന്റ് ഒക്കെ വെക്കാം. ഫയൽ നല്ലതാണ്, പേപ്പറിനൊന്നും പറ്റൊന്നുമില്ല. ഇതാണ് അവരുടെ ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പിന്നെ വർക്ക് ബുക്കാണ്. അവർക്ക് എന്താണ് എഴുതാനും അക്ഷരങ്ങൾ പഠിക്കാനും ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനും ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ആയിട്ടുള്ള അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് ബുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ
ഇത് വന്നിട്ട് അവർക്ക് മാപ്പും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. മാപ്പിനെ പറ്റിയിട്ട് പഠിക്കാനും മാപ്പിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കോപ്പി കൊടുക്കുന്നുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ട് അവർക്ക് ഇപ്പോഴും കൊടുക്കുന്ന ഒരു സാധനമാണ് ഇംഗ്ലീഷ് കോപ്പി, അത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തമിഴ് കോപ്പി തീർന്നില്ല. ഇനിയിപ്പോ ഡ്രോയിങ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഡ്രോയിങ് ബുക്ക് കൊടുക്കും. അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ വക സാധനങ്ങളും നമുക്ക് കിട്ടും. പോരാത്തതിന് പീരിയഡ്സ് ഒക്കെ ആയി പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 പാക്കറ്റ് വെച്ചിട്ട് എന്ത് കിട്ടുന്നുണ്ട്, പാഡ് കിട്ടുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 8ാം ക്ലാസ് വരെയുള്ള കുട്ടിക്കാണ് കിട്ടുന്നത്. അപ്പൊ 8ാം ക്ലാസ് വരെ ഒരു ചെലവില്ലാതെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തമിഴ്നാട് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്ലസ് എല്ലായിടത്തും കൊടുക്കുന്ന പോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടിയും പാവപ്പെട്ട കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരമുള്ള ഗതാഗത മാർഗങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ ഒന്നും ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ 8ാം ക്ലാസ് വരെയുള്ള പഠനം നേടാം. 9ലും 10ലും എത്തുന്ന സമയത്ത് ബുക്കുകളൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പാഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കിട്ടാത്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം ആണ്. അത് വേറൊരു യൂണിഫോം ആയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് തയ്ക്കണം. അതിനുള്ള തുണിയും കിട്ടൽ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. ഉച്ചഭക്ഷണവും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ +1ലും +2ലും എത്തുന്ന സമയത്ത് നോട്ട്ബുക്ക് ഒന്നും കിട്ടില്ല. ടെക്സ്റ്റ് ബുക്കുകൾ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഫ്രീ തന്നെയാണ്. പിന്നെ കോളേജിലൊക്കെ എത്തുന്ന കുട്ടികൾക്ക് മാസാമാസം 1000 രൂപയോ 2000 രൂപയോ എങ്ങാണ്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ പഠിച്ച കുട്ടികൾക്ക്, അതായത് 6ാം ക്ലാസ് തൊട്ടുള്ള വിദ്യാഭ്യാസം തമിഴ്നാട്ടിൽ നേടിയ കുട്ടികൾക്ക് അങ്ങനെ എന്തോ ഒരു സഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അത് ചെറിയൊരു ഉപകാരം തന്നെയായിരിക്കും. ഇതൊന്നും ഞാൻ വലിയ വീമ്പത്തിലിളക്കി പറയുന്നല്ല, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അത്യാവശ്യം ഒരു കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം അച്ചീവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സഹായവും നമ്മളെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം കറന്റ്ലി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് 10ാം ക്ലാസ് നമ്മൾ നല്ല മാർക്കോട് കൂടി പാസ്സായാലും, നല്ല മാർക്കോട് കൂടി നല്ല പാസ്സായാലും, ഫെയിൽ ആവാതെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സൈക്കിളായിരുന്നു. ഫ്രണ്ടിൽ മറ്റേ ഫ്ലവർ ഒക്കെ ഇട്ട് വെക്കാൻ പാകത്തിന് കൊട്ടയൊക്കെ ഉള്ള ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അത്. ഇപ്പൊ എന്താണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ആരടുത്തും അങ്ങനെ സൈക്കിൾ കാണാറില്ല. അപ്പൊ ചിലപ്പോൾ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എന്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ലാപ്ടോപ്പ് ലെനോവോയുടെ വലിയ ലാപ്ടോപ്പ് അല്ല, നമ്മുടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് ലാപ്ടോപ്പ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതെന്റെ റിലേറ്റീവിന് ആർക്കോ കൊടുത്തു. പക്ഷെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലാപ്ടോപ്പ് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് അതിന് പകരമായിട്ട് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 5-6 വർഷം മുന്നേ ആണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ആ കാലത്താണ് എനിക്കിത് കിട്ടിയെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന് പകരമായിട്ട് എന്താ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സഹകരണവും നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇനി പുതിയ അധ്യയന വർഷത്തിൽ അവർക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് അവർക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സ്കൂളിലത്തെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞോളി. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളി. ഇതൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓവറാണോ, അല്ലെങ്കിൽ മോശമാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റിൽ പറഞ്ഞോളി. എനിക്ക് എന്തായാലും ഇതൊക്കെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. അപ്പൊ ഇത്രയുള്ളൂ. ബൈ.